നിങ്ങളുടെ ഗോപ്രോ വെച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. യൂഷ്വലി ഗോപ്രോ യൂസ് ചെയ്യുന്നത് നമ്മൾ ആക്ഷൻ അഡ്വഞ്ചർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗോപ്രോയിലൊക്കെ ലേറ്റസ്റ്റ് ഗോപ്രോയിലൊക്കെ റോ ഫോട്ടോ സപ്പോർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ക്യാമറ സെൻസറിൽ നിന്ന് വരുന്ന അൺകംപ്രസ്ഡ് ആയിട്ടുള്ള അൺപ്രൊസസ്ഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടും. ഈ ഒരു ഫോട്ടോ ഞാൻ ഗോപ്രോയിൽ എടുത്താണ്. ഇതിൻ്റെ ഫയൽ സൈസ് വരുമ്പോൾ റോ ഫോട്ടോയ്ക്ക് 14.1 MB നോർമൽ ഫോട്ടോയ്ക്ക് 6.4 MB ആണ് വരുന്നത്. അതിൻ്റെ അർത്ഥം നോർമൽ ഫോട്ടോയ്ക്ക് ഡീറ്റെയിൽസ് കുറേ മിസ്സായിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ ഗോപ്രോ വെച്ച് റോ ഫോട്ടോ എങ്ങനെ എടുക്കാനും അതിനെ എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഗോപ്രോയുടെ സീരീസ് 5 തൊട്ടാണ് ഗോപ്രോ റോ സപ്പോർട്ട് ആഡ് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഗോപ്രോ ഹീറോ ബ്ലാക്ക് 12 ആണ്. ഇനി ഫോട്ടോയുടെ റെസൊല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ഗോപ്രോ ഹീറോ 12-നകത്ത് 27 മെഗാ പിക്സൽ ഫോട്ടോസ് കിട്ടും. ഫോട്ടോയുടെ ഹൈറ്റും വിഡ്ത്തും നോക്കുകയാണെങ്കിൽ 5528 വിഡ്ത്തും 4872 ഹൈറ്റുമാണ് വരുന്നത്. വിഡ്ത്തിൻ്റെ കൂടെ 1000 ഹരിക്കുമ്പോൾ K കിട്ടും. സോ 5.5K റെസൊല്യൂഷനുള്ള ഫോട്ടോയാണ് ഗോപ്രോയിൽ നിന്ന് കിട്ടുന്നത്. ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ ഗോപ്രോ ഹീറോ 11, 10, 9 ഒക്കെ 5.5K റെസൊല്യൂഷനുള്ള റോ ഫോട്ടോസ് കിട്ടും. ഗോപ്രോ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് ലെൻസ് ഡിസ്റ്റോഷനാണ്. അതായത് ഗോപ്രോയുടെ ലെൻസെല്ലാം വൈഡ് ആംഗിൾ ആയതുകൊണ്ട് നമുക്കൊരു ഫിഷേ പോലത്തെ ഫോട്ടോയെ കിട്ടത്തുള്ളൂ. സോ ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ആംഗിളാക്കി മാറ്റണം. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ എഡിറ്റർ വെച്ചിട്ട് നമുക്ക് ലെൻസ് കറക്ഷൻ ചെയ്യേണ്ടി വരും. രണ്ടെന്ന് പറയുന്നത് ഗോപ്രോ കുറച്ച് അകത്തി എടുത്തു കഴിഞ്ഞാൽ, അത് അകലെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലെൻസ് ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ പറ്റും. കാരണം അടുത്തേക്ക് കൊണ്ടുവരും തോറും അതിൻ്റെ ആ ഫിഷ് എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഫോക്കസാണ്. ഗോപ്രോ യൂസ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് ഫോക്കസ് പോയിൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലോസപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് ബ്ലറായേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ അകലെങ്കിലും വെച്ചാലേ ഒരു ഫോക്കസ് കിട്ടത്തുള്ളൂ. ഈ ഫോട്ടോയൊക്കെ ഞാൻ ക്ലോസപ്പ് എടുത്താണ്. അത് കാണാൻ പറ്റും, നല്ല ബ്ലറുണ്ട്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ അകലെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ക്രോപ്പ് ചെയ്താൽ മതി ഫോട്ടോ എഡിറ്ററിൽ. ക്രോപ്പ് ചെയ്താലും നമുക്ക് ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് അധികം പോകത്തില്ല, കാരണം നമുക്ക് നല്ല റെസൊല്യൂഷനുള്ള ഫോട്ടോയാണ് ഓൾറെഡി ഉള്ളത്. ഗോപ്രോയുടെ ഫോട്ടോ ഔട്ട്പുട്ടിന് 4 തരം മോഡുണ്ട്. സൂപ്പർ ഫോട്ടോ, സ്റ്റാൻഡേർഡ്, HDR, പിന്നെ റോ. ഇതിൽ റോ ഒഴികെയുള്ള മോഡ്സ് യൂസ് ചെയ്യരുത്. അതായത് സൂപ്പർ ഫോട്ടോ, HDR, സ്റ്റാൻഡേർഡൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസാണ് ഗോപ്രോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ മോഡുകൾ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ലീനിയർ ലെൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വൈഡ് ആംഗിൾ അല്ലാണ്ട് നോർമൽ ആംഗിളിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് മാത്രം. ഇനി റോ മോഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ .gpr എന്നൊരു എക്സ്റ്റൻഷൻ വെച്ചുള്ള ഫയൽസാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി DNG ഫയലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് അഡോബി DNG ഫയൽ ഫോർമാറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലൊക്കെ നമ്മൾ റോ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് DNG ഫോർമാറ്റിലാണ് വരുന്നത്. പിന്നെ ചില ക്യാമറയൊക്കെ DNG സപ്പോർട്ടഡ് ആണ്. DNGക്ക് പക്ഷേ ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ GPRന് ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും സപ്പോർട്ട് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആക്ച്വലി ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നൊരു ഡാർക്ക് ടേബിൾ എന്ന് പറഞ്ഞൊരു ഫോട്ടോ എഡിറ്ററാണ്. റോ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ടും ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ GPR സപ്പോർട്ടഡ് ആണ്. ഫോട്ടോ എഡിറ്റേഴ്സ് കൂടുതലും DNG ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. GPRന് അങ്ങനെ സപ്പോർട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ GPRൽ നിന്ന് DNGയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് 2 വഴികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗോപ്രോൻ്റെ ഗിറ്റ്ഹബ് പേജിലേക്ക് പോയിട്ട് അതിനകത്ത് GPR എന്ന് പറഞ്ഞ ഒരു റെപ്പോസിറ്ററി ഉണ്ട്. അതിനകത്ത് GPR ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സോഴ്സ് കോഡ് ഉണ്ട്. ഇത് ആക്ച്വലി ചെയ്യുന്നത് GPRനെ DNGയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള, അതായത് ഡിഫറെൻറ്റ് റോ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ്. അപ്പോൾ വേണമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് GPRൽ നിന്ന് DNGയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് റിലീസിനകത്ത് ഇതിന് ബൈനറി കൊടുത്തിട്ടില്ല, നമുക്ക് എക്സിക്യൂട്ടബിൾ ഇല്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ടൂള്. അപ്പോൾ അതിന് പകരം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും. ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അഡോബി DNG കൺവേർട്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് GPRനെ കൺവേർട്ട് ചെയ്ത് DNG ആക്കാൻ പറ്റും. സോ DNG കൺവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ട് നമ്മുടെ GPR ഇരിക്കുന്ന ലൊക്കേഷൻ കൊടുക്കുക, GPR ഫോട്ടോസ് ഇരിക്കുന്ന ലൊക്കേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ കൺവേർട്ടർ ബട്ടൺ നിൽക്കുക. അപ്പോൾ ആ സെയിം ലൊക്കേഷനിൽ തന്നെ DNG ഫയലും ഉണ്ടായി വരും. ഇത് DNG വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ടേബിൾ ആയതുകൊണ്ട് അത് GPR ഓൾറെഡി സപ്പോർട്ടഡ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി GPR ഫയൽ അതിലേക്ക് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം പോയിട്ട് നമ്മൾ ഫയൽ അങ്ങ് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഫയലിൽ.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ലെൻസ് കറക്ഷൻ ചെയ്യാം. അതിന് വൈഡ് ആംഗിൾ ഫിക്സ് ചെയ്യാം. then ഇവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ലെൻസ് കറക്ഷൻ ടൈപ്പ് ചെയ്യുക. സോ ഇതിൽ GoPro Hero 10 ബ്ലാക്കിൻ്റെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 12-ന് സെപ്പറേറ്റ് വേണമെന്നില്ല, 10-ൻ്റെ തന്നെ കൊടുത്താലും മതി. അപ്പോൾ സെയിം ഡിസ്റ്റോഷൻ തന്നെയാണ് ലെൻസ് Hero 10-നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും അത് വൈഡ് ആംഗിൾ പോയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോ നല്ല ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കളർ ബാലൻസ് RGB എന്ന് പറയുന്ന മോഡ്യൂളുണ്ട്. ഈ മോഡ്യൂളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫോട്ടോയുടെ ഓരോ ഭാഗത്തും നമുക്ക് സാച്ചുറേഷനും വെട്ടമൊക്കെ കൂട്ടാൻ പറ്റും. ഇരുണ്ട ഭാഗത്തും വെളിച്ചം കൂടുതലുള്ള ഭാഗത്തും പിന്നെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലിവിടെ ഇരുട്ട ഭാഗത്ത് കുറച്ച് വെട്ടമൊക്കെ കൂട്ടാം. അപ്പോൾ ഷാഡോസ് ഒന്ന് കുറച്ച് കൂട്ടാം. പിന്നെ നമുക്ക് കോൺട്രാസ്റ്റ് എല്ലാ സാധനവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റും ഹ്യൂവും വൈബ്രൻസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു മോഡ്യൂളിൽ. മെയിനായിട്ടും നമുക്ക് ഈ മോഡ്യൂൾ മതി ഒരു ഫോട്ടോ ജസ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട്. ഇത് മാത്രമല്ല റോയുടെ മെയിൻ ഗുണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സൂം ചെയ്താലും നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ സൂം ചെയ്ത് വന്ന ഇതിനും കിട്ടും. എന്നാൽ അവിടെ നമുക്ക് ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് നോക്കാം. ക്രോപ്പ് ചെയ്തിട്ടും ഡീറ്റെയിൽസ് നന്നായിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ചെറിയൊരു നോയ്സ് ഉണ്ട്. സൂം ചെയ്യുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും നോയ്സ്. അപ്പോൾ നമുക്ക് ഡീനോയ്സ് എന്ന് പറഞ്ഞൊരു മോഡ്യൂളുണ്ട്. ഡീനോയ്സ് എന്ന് പറഞ്ഞ മോഡ്യൂൾ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നോയ്സ് ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇനിയും വേണം നമുക്ക് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ സൈഡൊന്നും കാണാനില്ല, ഒരു സെറ്റപ്പില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മരത്തിനെ മാത്രമാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടെ ക്രോപ്പ് ചെയ്യാം. പക്ഷെ എന്നാലും നമുക്ക് ആ ഡീറ്റെയിൽസ് മിസ്സാവുന്നില്ല. എന്നാലും സൂം ചെയ്യുമ്പോൾ പിന്നെയും നല്ലൊരു ഡീറ്റെയിൽഡ് ഫോട്ടോ തന്നെയാണുള്ളത്. ഓക്കെ, ഇനി ഇതിൽ കളർ ഇക്വലൈസർ എന്ന് പറയുന്ന മോഡ്യൂളുണ്ട്. അപ്പോൾ ആ മോഡ്യൂൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോയുടെ സ്പെസിഫിക് കളർ റേഞ്ചിന് നമുക്ക് അതിൻ്റെ ഹ്യൂവോ ബ്രൈറ്റ്നെസ്സോ സാച്ചുറേഷനോ കൂട്ടണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഈ പച്ച കളറിൻ്റെ ഒരു സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം, അതിൻ്റെ കളർ കുറച്ച് കൂട്ടാം. അപ്പം നമുക്ക് ആ ഒരു പച്ച കളർ സെലക്ട് ചെയ്തിട്ട് ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഈ മരത്തിനെ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്ത് നോട്ടെ. താഴത്തെ കുറച്ച് ഭാഗങ്ങൾ കളഞ്ഞിട്ട് മരത്തിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഇനി ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ JPGക്ക് പകരം ബൈ ഡിഫോൾട്ട് JPG ആയിരിക്കും. അതിന് പകരം PNG കൊടുക്കുക. അപ്പോൾ നമുക്ക് കംപ്രഷൻ ഇല്ലാണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. ഇനി ആ കംപ്രഷൻ്റെ ആ ഒരു സ്ലൈഡർ ഒന്ന് 0 ആക്കുക, എന്നിട്ട് എക്സ്പോർട്ട് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫോട്ടോ. നമ്മൾ ആ മരത്തിനെ മാത്രം ക്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ടും മനസ്സിലായത് നമുക്ക് ആ റോയുടെ ഒരു ഡീറ്റെയിൽസാണ്. സോ നമുക്കപ്പോൾ GoPro വെച്ച് നല്ല ഫോട്ടോ കിട്ടുമെന്ന് മനസ്സിലായി. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.